സീസറിന്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീതമായിരിക്കണം. ഇതിന്റെ അർത്ഥം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ, ഉന്നതമായ പദവികൾ വഹിക്കുന്നവർ, ഇവരുടെയൊക്കെ പ്രവർത്തനം ആളുകളുടെ ഇടയിൽ സംശയമുളവാക്കുന്ന ഒന്നാകാൻ പാടില്ല. അവര് സതുദ്ദേശത്തിലാണോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷെ അവരുടെ പ്രവർത്തനം അത് സമൂഹം വീക്ഷിക്കുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം, യുക്തിസഹമായിരിക്കണം, കളങ്കരഹിതമായിരിക്കണം. ഇവിടെ ഇതാ നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി സംശയങ്ങൾക്ക് അതീതനല്ല എന്നുള്ളതോ പോകട്ടെ, സംശയത്തിന്റെ പടുകുഴിയിൽ പെട്ടുകിടക്കുന്ന സ്ഥിതിയാണ്. അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല, എന്ന് വെച്ചാൽ അതിനുള്ള പ്രായമായിരുന്നില്ല. പോട്ടെ, അതിനുശേഷമെങ്കിലും ഇദ്ദേഹം പുതിയതായി ലൈസൻസ് എടുത്തില്ല, റിന്യൂ ചെയ്യുകയായിരുന്നു, പുതുക്കുകയായിരുന്നു. ഏതാ പുതുക്കിയത്? ഒരു ലൈസൻസായി കണക്കാക്കാൻ പാടില്ലാത്ത ഒന്നിനെ, നമ്മുടെ ഒരു ലീഗൽ ടേം ഉപയോഗിക്കുകയാണെങ്കിൽ അബ്നിഷ്യോ വോയിഡ് ആയിട്ടുള്ള, തുടക്കം മുതലേ തന്നെ ഒരു വിലയുമില്ലാത്ത ഒരു ലൈസൻസ്, അതിനെയാണ് അദ്ദേഹം പുതുക്കിയത്. അപ്പൊ വിലയില്ലാത്ത ലൈസൻസിനെ പുതുക്കുമ്പോൾ ആ പുതുക്കപ്പെട്ട ലൈസൻസും വിലയില്ലാത്തതായി തന്നെയാണ് മാറുന്നത്, അല്ലാതെ ലൈസൻസ് ആകുന്നില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പുതിയൊരു ലൈസൻസ് എടുക്കാൻ പോലും തയ്യാറായില്ല. പിന്നെയും ഇങ്ങനെ കബളിപ്പിക്കുകയായിരുന്നു. ആരെ? നാട്ടുകാരെ, ഡിപ്പാർട്ട്മെന്റിനെ, എല്ലാം. അതായത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാൾ, നിയമം നടപ്പാക്കേണ്ട, നിയമത്തിന്റെ ആനുകൂല്യങ്ങളെ കുറിച്ച് പ്രസംഗിക്കേണ്ട, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി നിയമം ലംഘിക്കുമ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും ആ സ്ഥാനത്തിന് യോഗ്യനല്ല. ഇദ്ദേഹം പല ആവർത്തിയായി സമുന്നത സ്ഥാനങ്ങൾ വഹിച്ചു, മന്ത്രിസ്ഥാനങ്ങൾ വഹിച്ച ഈ മനുഷ്യൻ ഇനിയൊരൽപ്പം പോലും ഈ തരത്തിലുള്ള പദവികൾ വഹിക്കാൻ യോഗ്യനല്ല. ഏതായാലും റിസൾട്ട് വന്നില്ല. റിസൾട്ട് വന്ന് അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ രാജിവെച്ച് താൻ കാണിച്ച ഈ തെറ്റിന് സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണം. തോറ്റു പോവുകയാണെങ്കിൽ ആൾക്കാരങ്ങ് ക്ഷമിച്ചേക്കും. ഏതായാലും ഇയാളൊരു കുഴപ്പക്കാരനാണ്, എല്ലാത്തിലും കൃത്രിമമാണ്, ലൈസൻസിന്റെ കാര്യത്തിലും കൃത്രിമം കാണിച്ചു, അതിന് ദൈവീകമായ തിരിച്ചടി കിട്ടി എന്ന് ജനങ്ങളങ്ങ് സമാധാനപ്പെടും. പക്ഷേ ജയിക്കുകയാണെങ്കിൽ, അല്ലയോ മിസ്റ്റർ ഗണേഷ്, യു ഷുഡ് റിസൈൻ ദ MLA പോസ്റ്റ് ആൻഡ് apologize to the public that you have committed a grave mistake and seek pardon from the public.